ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ക്ലീനിങ് വ്ളോഗും ആയിട്ടാണ്, പിന്നെ ഒരു സ്വീറ്റ് റെസിപ്പിയും കൂടെ ഉണ്ട്. കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മഴയ്ക്ക് മുമ്പുള്ള ക്ലീനിങ് വ്ളോഗാണിത്. അപ്പോൾ ഇനി മഴയ്ക്ക് അത്രയും ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ക്ലീനിങ് ആണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ നോമ്പിന് കുറച്ച് ദിവസം മുമ്പെയാണ്, അതായത് ഫെബ്രുവരി 15 ആ ഒരു സമയത്താണ് കേട്ടോ ചെയ്തത്. പിന്നെ മാറ്റ് മാത്രം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇപ്രാവശ്യം വാഷ് ആക്കിയതാണ്. അതെന്തെന്ന് വെച്ചാൽ മാറ്റും പിന്നെ ഒരു സോഫ സെറ്റും അത് ദാനുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം ജ്യൂസൊക്കെ മറിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വെയിലിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്താലും, അതായത് തുണിയോട് തുടച്ചെടുത്താൽ മണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ മണം വരൽ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്താണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല്, ഫൗൾ സ്മെല്ലൊക്കെ വീട്ടിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്താണ്. വിൻഡോസും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് വിൻഡോസിൻ്റെ ഗ്ലാസ് മാത്രമാണ് ക്ലീൻ ചെയ്തത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയല്ലേ, പുറത്ത് സൈഡിൽ ഗ്രാസിൻ്റെ മേലെയും പിന്നെ സറൗണ്ടിങ്ങിലുള്ള ആ ഒരു സ്പേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെറസ് കഴിയുന്നത്രയും ഭാഗം ധാന്യവും തേങ്ങയും കൂടി അടിച്ചതാണ്. ബാക്കി പിന്നെ ഒരു ജോലിക്കാരനെ വെച്ചിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ വേസ്റ്റ് ഇടുന്ന ആ ഒരു സ്പേസും കൂടെ മൊത്തമായിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ചാരമൊക്കെ ചെടിക്കും തെങ്ങിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാലി ആയിക്കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് കത്തിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ടെറസും സൺസൈഡൊക്കെ ക്ലീൻ ചെയ്താലും അതിൽ അങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് വീണിട്ട് കച്ചറ ആവാറുണ്ട്. ഉള്ളിക്കില്ലേ, സവാളക്ക് ഇപ്പോൾ വില കുറവാണ്, 16 രൂപയുള്ളൂ കേട്ടോ കിലോന്. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അത്യാവശ്യം അത് ഒരു മാസത്തൊക്കെ ഉണ്ടാവും. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ സെപ്പറേറ്റ്, പച്ചമുളക് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പേസ്റ്റ് ആക്കി വെച്ചതാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ മുളക്, മല്ലി, പിന്നെ എന്താ പറയല്ലേ, പത്തലിനുള്ള പൊടി, പുട്ടുപൊടി, ഇതൊക്കെ വേറെ വേറെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടി വറുത്തിട്ടും വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് മോശമാവാതെ കിടക്കും. പിന്നെ അതുപോലെ വറുക്കാത്ത പുട്ടുപൊടി ഞാൻ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറാണുള്ളത്. നാരങ്ങൻ്റെ അച്ചാറും മാങ്ങ അച്ചാറും കൂടെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ മഴയ്ക്ക് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻസ്. പിന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു സ്വീറ്റ് റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞില്ല. അത് ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ. ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. ഷുഗറും കുറച്ച് മതി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ക്യാരറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഊട്ടി ക്യാരറ്റില്ലേ, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് അറിയാം. മറ്റേത് എന്ന് വെച്ചാൽ വെന്താലും വേവാത്ത പോലെയുള്ള ഒരു ടെക്സ്ചർ വരും. ഇതിനാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഗീയിൽ റോസ്റ്റ് ചെയ്യുക. ഒരു 1/4 കപ്പോളം ഗീ ആഡ് ചെയ്യണം. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്താ പറയുക, അതിനെ സോട്ട് ചെയ്യുക. അപ്പോൾ അതിന് പച്ചമണം ഒക്കെ മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്യാരറ്റൊക്കെ ഒരു സൈഡിലേക്ക്, അതായത് റൗണ്ടിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വിസിലിട്ട് കൊടുത്തു. അത് 3 വിസിൽ വരുമ്പോഴത്തേക്ക് കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് ക്യാരറ്റ് നല്ല വെന്തിട്ട് വരും. ഈ സമയത്ത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട. ഗീയിൽ സോട്ട് ചെയ്ത് ജസ്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് 3 വിസിലടിക്കാം. അപ്പോൾ അതിൻ്റെ ആവി മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ടാവും. ഇത് പറഞ്ഞ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെയും സ്റ്റോപ്പിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് എന്താ പറയല്ലേ, സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അമൂല്യൻ്റെ ആണെന്നില്ല, ഏതെങ്കിലും ഒരു പാക്കറ്റ് പാൽപ്പൊടി ഇല്ലേ 10 രൂപേൻ്റെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗീയിൽ കുറച്ച് കാഷ്യൂസ് വറുത്തിട്ടിടുക, ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.